ക്വസ്റ്റ്യൻ നമ്പർ 25 നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. Total number of non-bonded electron present in NO2 minus ion based on Lewis theory. ലൂയിസ് സ്ട്രക്ചർ നമുക്ക് വരക്കാൻ നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ടാകും. NO2 മൈനസ് ലൂയിസ് സ്ട്രക്ചർ എങ്ങനെ വരക്കുക? ആദ്യം അതിലുള്ള വാലൻസ് ഇലക്ട്രോൺ കൗണ്ട് ചെയ്യുക. നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ, നൈട്രജന്റെ ആറ്റം നമ്പർ 7 2,5 വാലൻസ് ഇലക്ട്രോൺ 5. ഓക്സിജന്റെ ആറ്റം നമ്പർ 8 2,6 6 ആണ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ ഒരു നൈട്രജന്റെ വാലൻസ് ഇലക്ട്രോൺ 5, ഒരു ഓക്സിജന്റെ അടുത്ത് 6, രണ്ട് ഓക്സിജൻ ആയതുകൊണ്ട് 6 + 6 12. അപ്പം നൈട്രജന്റെ അടുത്ത് 5, രണ്ട് ഓക്സിജന്റെ അടുത്ത് 8ഉം 6ഉം 6ഉം 12. ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായതുകൊണ്ട് ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അതും കൂടി ആഡ് ചെയ്യണം. ഇപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണാണ് കിട്ടുക? 5 + 12 17, 17 + 18 ഇലക്ട്രോൺ ഉണ്ടാവും. അടുത്തത് ലൂയിസ് സ്ട്രക്ചർ വരക്കണം. NO2 എന്ന് പറയുമ്പോൾ നൈട്രജനും ഉണ്ട്, രണ്ട് ഓക്സിജനും ഉണ്ട്, തമ്മിൽ ഓരോരോ ബോണ്ട് ആദ്യം കൊടുക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓരോരോ സ്റ്റെപ്പ് വൈസാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓരോരോ ബോണ്ട് കൊടുത്തു. ഒരു ബോണ്ട് മീൻസ് 2 ഇലക്ട്രോണാണ്. അപ്പൊ 2 ബോണ്ട് മീൻസ് 4 ഇലക്ട്രോണാണ്. 18 ഇലക്ട്രോൺ അയാളുടെ വാലൻസ് ഷെല്ലിലുള്ള. വാലൻസ് ഷെല്ലിത്തവരാണ് റിയാക്ഷനിൽ ഏർപ്പെടുക, ബോണ്ടൊക്കെ ഉണ്ടാക്കുക. അപ്പൊ 18ൽ നിന്നും 2 ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി 4 ഇലക്ട്രോൺ ചെലവഴിച്ചു. ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? 14. ആ 14ലുള്ള നിങ്ങൾ ഇതിൽ സറൗണ്ടിങ് ആറ്റ് ആരാ? ഇത് സെന്ററും ഇത് രണ്ടും സറൗണ്ടിങ് അല്ലേ? സറൗണ്ടിങ്ങിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണം. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, അതായത് 2 ഇലക്ട്രോൺ ഉണ്ട് ഈ ഓക്സിജന്റെ അടുത്തെന്ന് പറയാം. ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആകാൻ ബാക്കി 6 കൂടിയും പോരെ. അപ്പൊ ഇയാൾക്ക് ഇവിടെ 6 കൊടുത്തു, അതേപോലെ ഇയാൾക്കും അതേപോലെ തന്നെ 6 കൊടുത്തു. അപ്പൊ 6 6 12, 14 ഇലക്ട്രോൺ ബാക്കി ഉണ്ടായിരുന്നു. അതിന് 12 ഇലക്ട്രോൺ പോയി. ഇനി ബാക്കി 2 ഇലക്ട്രോൺ അല്ലേ? ആ 2 ആർക്ക് കൊടുത്തോ? ബാക്കിയുള്ള ഇലക്ട്രോൺ വേണമെങ്കിൽ ആർക്ക് കൊടുത്തോ? സെൻട്രൽ ആറ്റത്തിന് കൊടുത്തോ. അപ്പൊ എല്ലാ ഇലക്ട്രോണും തീർന്നു പോയി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം സെൻട്രൽ ഇയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ആയി. 2 2 2 6 പിന്നെ ഇവിടെ 2, അപ്പൊ 8 ഇവിടെ അങ്ങനെ തന്നെ. ഇയാൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയോ? ഇല്ല. കാരണം എന്താ? ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, 2 2 4, ഇവിടെ 2 4 2 6 ആയിട്ടുള്ളൂ. 8 വേണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? സറൗണ്ടിങ് ആറ്റത്തിന്റെ ഒരു ലോൺ പെയർ ഉപയോഗിച്ചിട്ട്, ഈ ലോൺ പെയർ ഉപയോഗിച്ചിട്ട് ഇയാൾ ഒരു ബോണ്ട് ആക്കി മാറ്റിയാൽ മതി. ഇയാൾ എന്താ ചെയ്താൽ മതി? ഒരു ബോണ്ട് ആക്കി മാറ്റിയാൽ മതി. അപ്പൊ ഈ ലോൺ പെയർ അവിടെ ഇല്ല. ആ 2 ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാക്കി. ഇവിടെ എന്തുണ്ടാക്കി? ഒരു ബോണ്ട് ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടുള്ള ഗുണം എന്താ? ഇപ്പൊ രണ്ടാൾക്ക് ഒക്ടറ്റ്, ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഇയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. കാരണം എന്താ? ഒരു ബോണ്ട് 2 3 ബോണ്ട് 6 ഇലക്ട്രോൺ, 6 2 8 ഇലക്ട്രോൺ ആയി. അപ്പൊ സറൗണ്ടിങ് ആറ്റത്തിന്റെ ഒരു ലോൺ പെയർ ഉപയോഗിച്ചിട്ട് അത് പകരം അവർ ഒരു ബോണ്ട് ഉണ്ടാക്കിയപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഇതാണ് ലൂയിസ് സ്ട്രക്ചർ. എന്താ കൗണ്ട് ചെയ്യണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ. നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർ ആണ് ലോൺ പെയർ. അപ്പൊ ഇവിടെ ലോൺ പെയർ എത്തുന്നുണ്ട്? 1 2 3 4 5 6 ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ അല്ല ചോദ്യം, നോൺ ബോണ്ട് ഇലക്ട്രോണാ. ലോൺ പെയർ ഇലക്ട്രോണാ. 6 ലോൺ പെയർ മീൻസ് എത്ര ഇലക്ട്രോണാ? 12 അല്ലേ? അപ്പൊ ഇവിടെ 12 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ.